റൂമിലേക്ക് വന്ന് ഗബ്രിയുടെ ഫോട്ടോയും എടുത്ത് പാട്ട് പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ജാസ്മിനെയാണ് ഇപ്പൊ ലൈവില് കാണാൻ സാധിച്ചത്. ഗബ്രിയുടെ ഫോട്ടോയും ഫ്രണ്ടിൽ വെച്ച് ആസൈ ആസൈ എപ്പോഴിത് പേരാസൈ എപ്പോഴിത് എന്ന് പറഞ്ഞ പാട്ടും പാടി ഇരുന്നോണ്ട് തന്നെ ഡാൻസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ. ഫോട്ടോയിൽ നോക്കുന്നു, പാട്ട് പാടുന്നു. അതിനുശേഷം എടാ അർജുനെ ഇത് എത്രാമത്തെ മാസം ആടാന്ന് അർജുനോട് ചോദിക്കുന്നു. 10ാമത്തെ മാസമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഗബ്രിയുടെ ഫോട്ടോയിൽ നോക്കി ജാസ്മിൻ പറയാണ്, ഇനി 4 വീക്സും കൂടി 14 ആഴ്ചയാകുമ്പോ ഷോ കഴിയും. ടോപ്പ് 5 ആരായിരിക്കുമെന്ന് ഗബ്രിയുടെ ഫോട്ടോയിൽ നോക്കി ജാസ്മിൻ ചോദിക്കുന്നു. ഏതായാലും ഈ സീസണിൽ ടോപ്പ് 5 എത്തുക എന്ന് പറയുന്നത് എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള രീതിയിൽ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് തന്നെ ജാസ്മിൻ പറയുന്നു. അപ്പൊ പകുതിയിൽ ഔട്ടായി പോയ ഗബ്രി ആരായി? ഇന്നൊരു 8:50 ശേഷം തന്നെ ലൈറ്റ് ഒക്കെ ഓഫ് ആയിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നേരത്തെ തന്നെ ലൈറ്റ്സ് ഓഫ് ആക്കി. എന്നിട്ട് ജാസ്മിൻ ഗബ്രിയുടെ ഫോട്ടോയെ നോക്കി ഇങ്ങനെയും പറയുന്നു, അർജുനോടും അഭിഷേകിനോടും ഒക്കെയാണ് സംസാരിക്കുന്നെങ്കിൽ അവരോട് ഒന്നിരിക്കടാ എന്ന് പറയണം. എന്നാൽ നീ ആയിരുന്നെങ്കിൽ അങ്ങനെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ജാസ്മിൻ പറയുന്നു. എല്ലാവരോടും അവരവരുടെ ഫാമിലി വന്നപ്പോ പറയുന്നുണ്ടായിരുന്നു അവരെ കുറിച്ച് ഓർത്ത് ഭയങ്കര പ്രൗഡാണെന്ന്. അത്താനെയും പൊന്നൂനെയും അമ്മാനെയും എനിക്ക് 3 പേരെയും കാണണം, പക്ഷെ 2 പേരെ കയറ്റി വിടുള്ളൂ എന്നാ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഫോട്ടോയിൽ പിടിച്ചോണ്ട് പറയുന്നുണ്ട്, നിന്റെ കണ്ണൊക്കെ കണ്ടിട്ട് എത്ര നാളായി ഗബ്രി. കഴിഞ്ഞ ദിവസം ഫാമിലി വന്നപ്പം ആരോ പറഞ്ഞു 70 ദിവസം പിരിഞ്ഞു നിന്നിട്ട് ഫാമിലിനെ കാണുമ്പോ എന്തിനാ ഇങ്ങനെ കരയുന്നേന്ന് നേരത്തെ പുറത്തിരുന്നപ്പം ആലോചിക്കുമായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് പരിചയപ്പെട്ട് 60 ദിവസം മാത്രമുള്ള നിന്നെ ഓർത്ത് ഇങ്ങനെ കരയുന്ന കണ്ടിട്ട് മറ്റുള്ളവർ എന്നെ കുറിച്ച് പറയുമായിരിക്കും, ഇത്രയും ദിവസത്തെ പരിചയം കൊണ്ട് ഇവനൊക്കെ വേണ്ടി കരയാൻ ഇവക്കെന്താ പ്രാന്താണോ എന്നൊക്കെ ചോദിക്കുമായിരിക്കുമെന്ന് ജാസ്മിൻ പറയുന്നു. ഇന്നത്തെ മൊട്ട ബാലൻസ് ചെയ്തിട്ടുള്ള ടാസ്കില് നീ ഉണ്ടായിരുന്നെങ്കിൽ നീയേ ജയിക്കുള്ളായിരുന്നു ഗബ്രി എന്നൊക്കെ പറയുന്നുണ്ട് ഗബ്രിയോട്. ഇന്ന് ഗബ്രിയുടെ ഫോട്ടോയും എടുത്തു വെച്ചിട്ട് കുറെ കാര്യങ്ങളും സംസാരിച്ചിരിക്കുന്ന ജാസ്മിനെയാണ് ഇപ്പോ ലൈവില് കാണാൻ സാധിക്കുന്നത്.